ഹലോ, ഇന്ന് നമുക്ക് ആരി വർക്ക് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഒരു ബ്ലൗസ് പീസിൽ മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കസ്റ്റമറിൻ്റെ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് ലൈനിങ് പീസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കറക്റ്റ് മെഷർമെൻറ്റ് ലൈനിങ് പീസിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നല്ല ക്ലോത്തിൽ വെച്ച് നോക്കണേ, എല്ലായിടത്തും കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ലൈനിങ് പീസ് വെച്ചിട്ട് നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സ്ലീവാണ് വരച്ചെടുക്കുന്നത്. സ്ലീവിന് ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒക്കെ വരച്ചെടുക്കാനുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്നത് നെക്കിലൊക്കെ വർക്ക് ചെയ്യാനുണ്ടല്ലോ. അപ്പം ഞാൻ ആ പാണ്ടയുടെ ഇൻവിസിബിൾ ചോക്കാണ് യൂസ് ചെയ്യുന്നത്. അത് എനിക്കിപ്പോൾ കുറച്ച് കംഫർട്ടായിട്ട് തോന്നി. വരച്ചെടുക്കാൻ ക്ലോത്തിൽ പെട്ടെന്ന് തെളിയുകയും ചെയ്യും. നമുക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ അയൺ ചെയ്ത് കൊടുത്താൽ മതിയേ. പിന്നെ ഇനി ഇത് ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷൻ ഇതുപോലെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ നെക്കും വരച്ചെടുക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് പിന്നൊക്കെ കുത്തിയിട്ട് സെക്യൂർ ചെയ്തെടുക്കാം കേട്ടോ, അത് ഇളകി പോകാതിരിക്കാൻ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് വേണേ വരച്ചെടുക്കാൻ. നമ്മൾ ഓൾറെഡി നെക്കത് ലൈനിങ്ങിൽ കട്ട് ചെയ്തതാണല്ലോ. അപ്പം ഞാൻ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇതുപോലെ വരച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് വരക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പേപ്പറിൻ്റെ അകത്ത് കറക്റ്റ് മെഷർമെൻറ്റ് വരച്ചെടുത്തിട്ട് ഡയറക്റ്റ് നല്ല ക്ലോത്തിലേക്ക് വെച്ച് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈനിങ്ങും നല്ല ക്ലോത്തൊക്കെ കട്ട് ചെയ്തെടുക്കുവേ. അങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു 4 ഇഞ്ച് ആ ബാക്ക് ഓപ്പൺ കൊടുക്കേണ്ട അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രണ്ട് പോർഷനാണ്. ഫ്രണ്ട് പോർഷനിൽ ഒരു ഡയമണ്ട് വി നെക്കാണ് വരുന്നത്. അപ്പം അതും ഇതുപോലെ വരച്ചെടുത്തിട്ട് നമ്മൾ ഒരു 4 ഇഞ്ച് വിടും നെക്കിന്. ഫ്രണ്ടിലും ബാക്കിലും ഒരു 4 ഇഞ്ച് സീം അലവൻസ് വിട്ടതിന് ശേഷമാണ് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ വരെ എത്തിയപ്പോഴത്തേനും എൻ്റെ സ്കെയിലൊക്കെ കൊച്ചു കൊണ്ടുപോയേ. പിന്നെ കൈ കിട്ടിയ സാധനമൊക്കെ എടുത്തിട്ട് വരക്കാൻ തുടങ്ങി ഞാൻ കേട്ടോ. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു 4 ഇഞ്ച് ഇതും കൂടെ മാർക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കിംഗ് ഒക്കെ ഏകദേശം കഴിയും കേട്ടോ. നമുക്ക് പിന്നെ നെക്കിൽ മാത്രം വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് നെക്ക് മാത്രം വരച്ചെടുത്താലും മതിയേ. ഞാൻ പക്ഷേ ഇത് ഫുള്ള് ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. അതായത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അന്നേരം പിന്നെ പണിയാകണ്ടല്ലോ, ഈസി ആയിട്ട് കട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വരച്ചെടുത്തേ. പിന്നെ ഈ നെക്കിൽ 4 ഇഞ്ച് ഇതുപോലെ വിട്ടിട്ട് ഒരു ലൈനും കൂടെ വരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇപ്പം വരക്കുന്ന ലൈനില്ലേ, അതിലാണ് വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബീഡ്സ് വർക്ക് അതിൽ ചെയ്യില്ല. ആ വരച്ച മാർക്കിങ്ങിലൂടെ നമ്മൾ ജെറി ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയിൻ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3-4 ലെയർ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ബീഡ്സ് വർക്കാണ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നെക്കിൻ്റെ ബാക്ക് പോർഷനിലും ഞാൻ 4 ഇഞ്ച് വിട്ടിട്ട് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കൂട്ടി യോജിക്കാൻ, അതായത് ഷോൾഡർ കൂട്ടി യോജിപ്പിക്കുന്ന അവിടെ ഒരു 4 ഇഞ്ച് വിടും കേട്ടോ. ഇത്രയും മാർക്കിങ്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്.